ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് സൂപ്പറായിട്ടിരിക്കുന്നു. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്നറിയോ, ഞാനൊരു റാൻഡം പ്രോഡക്റ്റ് ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി, അതായത് മിനിസോയിൽ നിന്നും പിന്നെ സെഫോറയിൽ നിന്നും ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന്. മേ ബി യു ഗൈസ് ഓൾസോ ഇഫ് യു വോണ്ട് ടു ബൈ ദാറ്റ്, മേ ബി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു ഓൾസോ. സോ അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നത്. സോ വിതൗട്ട് മച്ച് ലേറ്റ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ ഗൈസ്, സോ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ ആൾക്കാർ ഇവർ രണ്ടുപേരാണ്. വൺ ഇസ് ഫ്രം സെഫറോ ആൻഡ് അതർ വൺ ഇസ് ഫ്രം മിനിസോ. സോ ഈ രണ്ട് കടയിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. സെഫറോ ഞാൻ ഒന്നേ വാങ്ങിയിട്ടുള്ളൂ, ബട്ട് ഇറ്റ്സ് ഓൾവേസ് മൈ ഫേവറേറ്റ്. സോ ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. സോ ലാസ്റ്റത്തേക്ക് ഫുൾ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യും, ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഞാൻ പറഞ്ഞ പോലെ മിനിസോ, അതായത് ഇത് രണ്ടും ഞാൻ ഒരു ദിവസം വാങ്ങിയ സാധനങ്ങളല്ല, 2 different days ആയിട്ട് വാങ്ങിയതാണ്. സോ മിനിസോന്ന് ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങി, പക്ഷേ എല്ലാം ബിലോ 20 dirhamsന്റെ സാധനങ്ങളാണ്. സോ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ ഇഫ് യു വോണ്ട് ടു ബൈ ദിസ് യു ക്യാൻ ഓൾസോ ബൈ ദിസ്. സോ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. പക്ഷേ അതിനു മുമ്പ് ഇഫ് യു വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫൈ ആവത്തുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ദിസ് ടൈം വെൻ യു ആർ സബ്സ്ക്രൈബിങ്, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് ഓൾ ആണെന്നൊന്ന് ചെക്ക് ചെയ്തു കേട്ടോ. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ദാറ്റ് ഐ ബോട്ട് ഈസ് ദിസ് വൺ. ഒരു ബ്യൂട്ടി ബ്ലെൻഡറാണ് ഞാൻ വാങ്ങിയത്. ആക്ച്വലി ഞാൻ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ ഫിംഗേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഞാൻ ബ്ലെൻഡർ അല്ലെങ്കിൽ ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. സോ ലൈക്ക് മൈ മേക്കപ്പ് ഈസ് വെരി മിനിമലിസ്റ്റ്. ആൻഡ് ദെൻ കുറച്ചൊക്കെ CC ക്രീം, BB ക്രീം ഒക്കെയാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുക. ഫൗണ്ടേഷനൊക്കെ എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രമേ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളൂ. സോ അതിനായിട്ട് എനിക്ക് ബ്ലെൻഡറിൻ്റെ ആവശ്യമില്ല. സോ പക്ഷേ ചില സമയത്ത് എനിക്കിങ്ങനെ കൈവച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ വാങ്ങാമെന്ന് വിചാരിച്ചത്. ഇത് ഞാൻ മിനിസോന്ന് വാങ്ങിയതാണ്. 5 dirhams ആണ് ഇതിൻ്റെ വില. സോ 5 dirhamsന് ഇത്രയും ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് കിട്ടി നമുക്ക്. അപ്പോൾ കുഞ്ഞു ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ആണ് ഇത്. ശരിക്കും യൂസ്ഫുൾ ആണ്. നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, അതായത് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ്. സോ ഇങ്ങനെ ഒരു കോർണേർഡ് എഡ്ജ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാൻ, അതായത് കൺസീലറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ കൊച്ചു ബ്ലെൻഡേഴ്സ്. സോ യാ, ദാറ്റ്സ് ഹൗ ഐ ബോട്ട് ദിസ്. ആൻഡ് ദിസ് വെരി സോഫ്റ്റ്, നല്ല സോഫ്റ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണിത്. എനിക്ക് തോന്നുന്നു നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്രോഡക്റ്റൊക്കെ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. മേ ബി നാളെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും മിനിസൊന്ന് വാങ്ങാറുള്ളൊരു പ്രോഡക്റ്റാണ് എൻ്റെ ഐബ്രോ പെൻസിൽ. സോ എൻ്റെ ഇത് അത്യാവശ്യം കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു ഐബ്രോ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും നാച്ചുറലായിട്ട് തോന്നിക്കുന്ന ടൈപ്പുള്ള പെൻസിൽസാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയൊരു പ്രോഡക്റ്റാണിത്. ഇതും മിനിസൊന്ന് വാങ്ങിയതാണ്. ഐബ്രോ പെൻസിൽ. ലുക്ക് അറ്റ് ദ പാക്കേജിങ്, സോ ക്ലാസി എന്ന് വേണം പറയാൻ. ലൈക്ക് ദ റോസ് ഗോൾഡിൻ്റെ ഒരു ടെക്സ്ചറാണ് പാക്കേജിങ്ങിൽ അവർ കൊടുത്തിരിക്കുന്നത്. ദിസ് ഇസ് 415 dirhams ആണ് ഇതിന് ചാർജ് ചെയ്യുന്നത് അവർ. സോ ദിസ് ഇസ് അണ്ടർ ദ ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണിത്. എൻ്റെ പോലത്തെ ഡാർക്ക് ആയിട്ടുള്ള ഐബ്രോസ് ഉള്ളവർക്കാണെങ്കിൽ ബ്രൗൺ ഷെയ്ഡ്സ് ആയിരിക്കും എപ്പോഴും നല്ലത് യൂസ് ചെയ്യാൻ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മറ്റേ ഭരതനാട്യത്തിനൊക്കെ ഒരുങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കും. അതായത് ബ്ലാക്ക് കളർ പെൻസിൽ യൂസ് ചെയ്താൽ നമ്മൾ ഡാൻസിനൊക്കെ ഒരുങ്ങിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും, ആർട്ടിഫിഷ്യൽ ലുക്ക് തരും. അപ്പം തിക്നെസ് ഉള്ള ഐബ്രോസ് ആണെങ്കിൽ എപ്പോഴും ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്സ് ആയിരിക്കും ഒന്നും കൂടി നാച്ചുറലായിട്ട് ലുക്ക് തരുന്നത്. അതായത് ലൈറ്റ് ആയിട്ടുള്ള ഐബ്രോസ് ഉള്ളവർക്ക് ബ്ലാക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. സോ ഞാൻ എപ്പോഴും ബ്രൗൺ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യാറ്, ഒന്നെങ്കിൽ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഒരു മീഡിയം ബ്രൗൺ. സോ ഇതാണ് എൻ്റെ ഷെയ്ഡ്. ഇതൊക്കെ പെൻസിൽ, ഇതാണ് ഇതിൻ്റെ പെൻസിൽ എന്ന് കണ്ടു നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്ക്. അത് ഇവരുടെ പാക്കേജിങ്ങിന് കൊടുക്കണം നമ്മളൊരു അപ്രിസിയേഷൻ. എത്ര ക്ലാസി ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കിതിപ്പം വാങ്ങിയേ പറ്റുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. അതായത് എനിക്ക് പെൻസിൽ വാങ്ങണമായിരുന്നു. സോ എനിവേസ് അപ്പം ഞാനിത് വാങ്ങി. ഇതിൻ്റെ ഒരറ്റത്ത് പെൻസിലും ഒരറ്റത്ത് സ്പൂലിയാണുള്ളത്, ബ്രഷുണ്ട്. സോ അപ്പോൾ നമ്മൾ റിട്രാക്റ്റബിൾ ആണ് ഈ പെൻസിൽ, ഷാർപ്പ് ചെയ്യേണ്ട. സോ ഇതാണ് പ്രൊഡക്റ്റ്. വെരി തിൻ ആയിട്ടുള്ളൊരു പെൻസിലാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് ഭയങ്കര സ്മൂത്താണ് കേട്ടോ എഴുതാനായിട്ട്. നമ്മളിപ്പോൾ ഇത് എഴുതുമ്പോൾ കണ്ടോ നല്ല സ്മൂത്താണ്. ഇത് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ പറഞ്ഞത്. നല്ല ഡെഫിനിഷനാണിത്. നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പം ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ ആരെങ്കിലും അഫോർഡബിൾ ആയിട്ട് നല്ലൊരു ഐബ്രോ പെൻസിൽ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. നല്ലൊരു പ്രോഡക്റ്റാണിത്. ആൻഡ് ഇതിൻ്റെ ഈ അറ്റത്ത് ബ്രഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം.
സോ യാ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. സോ ക്ലാസി. ഇത് കണ്ട ആരെങ്കിലും പറയുമോ ഒരു 15 dirhamsന്റെ പെൻസിലാന്നുള്ളത്? നല്ലൊരു റിച്ച് ലുക്കില്ലേ, നല്ലൊരു ക്ലാസി ലുക്കാണ് ഈ ഒരു പെൻസിലിന്. സോ ദിസ് ഇസ് മൈ കറണ്ട് ഫേവറേറ്റ് ആൻഡ് ഐ ലവ് ദിസ്. അനദർ വൺ. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം മമ്മിക്ക് ഐബ്രോ പെൻസിൽ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വാങ്ങിയൊരു പെൻസിലാണിത്. ഇതും ബ്രൗൺ ഷെയ്ഡാണ്, മീഡിയം ബ്രൗൺ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതും സെയിം ആണ്. ഒരു സൈഡിൽ ബ്രഷ് ഉണ്ട്, ഒരു സൈഡിൽ പെൻസിലുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഒരു സ്കെച്ച് പെൻ പോലത്തെ ഒരു പാക്കേജിങ് ആണ് കേട്ടോ ഇതിന്. നല്ല ആക്ച്വലി ഇവരുടെ പ്രൊഡക്ട്സ് എല്ലാം കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. ആ ക്യൂട്ട്നെസ് ആണ് അവരുടെ സ്ട്രാറ്റജി. അത് വെച്ചിട്ടാണ് അവർ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ വീണ് പോകും ചെന്ന് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് അവരുടെ പാക്കേജിങ്. സോ ഇതിൻ്റെ ഒരറ്റത്ത് ഇതാണ് പെൻസിൽ. ഇതും ഷാർപ്പൻ ചെയ്യേണ്ട, ഇതും റിട്രാക്റ്റബിൾ ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, പ്രൊഡക്റ്റ് പുറത്തേക്ക്. നേരത്തെ കണ്ട പെൻസിലിനേക്കാളും കുറച്ചും കൂടി തിക്നെസ് ഉണ്ട് ഇതിൻ്റെ ഒരു ക്രയോണിന്. സോ യാ, നേരത്തെ പെൻസിലിൻ്റെ അത്ര തന്നെ സോഫ്റ്റ് അല്ല, പക്ഷെ എന്നാലും ഇത് ഈസി ടു അപ്ലൈ ആണ്. ഫില്ല് ചെയ്യാനായിട്ട് നന്നായിട്ട് പറ്റും. ബിക്കോസ് ഷാർപ്പ് എഡ്ജാണ് ഇതിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. ആൻഡ് ഇതിൻ്റെ മറ്റേ അറ്റത്താണ് ബ്രഷ് വരുന്നത്. അഗെയിൻ നമുക്കിത് നന്നായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. സോ ഇതാണ് എൻ്റെ അടുത്തൊരു പ്രോഡക്റ്റ്. സോ ഇതും അറൗണ്ട് 15 dirhams, സെയിം റേറ്റ് ആണ് ആ പെൻസിലും ഈ പെൻസിലും. സോ അടുത്ത ഞാൻ വാങ്ങിയത് മിനിസോയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾ ഈ പാക്കേജിങ് ഒന്ന് കണ്ടോ? എനിക്ക് സത്യം പറഞ്ഞപ്പോൾ ലിപ്സ്റ്റിക്ക് വാങ്ങേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ പാക്കേജിങ് കണ്ടിട്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഇത് മേടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോയി വാങ്ങിയൊരു പ്രൊഡക്റ്റാണ് ഇത്. എന്തിനാണ് വാങ്ങിയതെന്ന് ഞാൻ പിന്നെ ആലോചിച്ചു. പക്ഷേ നല്ല രസമല്ലേ ഇതിൻ്റെ പാക്കേജിങ് ആണ്. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഇതിന് എത്ര രൂപയായി? ഇതിന് അറൗണ്ട് ഒരു എനിക്ക് തോന്നുന്നു 19 dirhams സംതിങ് ആണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. പക്ഷേ ഈ ലിപ്സ്റ്റിക്കിന് വേറൊരു ഇതുണ്ട്. ഇതൊരു ഗ്ലോസി ലിപ്സ്റ്റിക്കാണ്. ഞാൻ യൂഷ്വലി ഒരു ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്കാണ് എപ്പോഴും യൂസ് ചെയ്യുക. പക്ഷേ ഇതൊരു ഗ്ലോസി ലിപ്സ്റ്റിക്കാണ്. നമ്മൾ ഈ ലിപ് ബാം ഒക്കെ പോലെ, ടിൻറ്റഡ് ലിപ് ബാംസ് ഒക്കെ പോലെ നല്ല മോയ്സ്ചറൈസിങ് ആണ് നമ്മുടെ ലിപ്സ് ഓൾ ദ ടൈം. പക്ഷേ അറ്റ് ദ സെയിം ടൈം പാക്കേജിങ് ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂഡാണ് ഇതിൻ്റെ ഒരു ന്യൂഡല്ല, ഗ്ലോസി ടെക്സ്ചറാണ് ഇതിന്. ആസ് യു ക്യാൻ സീ നല്ല ഷൈൻ തരുന്നുണ്ട്. നമ്മൾ ലിപ് ഗ്ലോസ്, അതായത് ഒരു മാറ്റ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് പിന്നെ ഒരു ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്തില്ല. ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇത് ഒറ്റ ഒരു പ്രോഡക്റ്റ് ഇട്ടാൽ മതി. ലിപ്സ്റ്റിക്കും ഇട്ട പോലെ ഉണ്ട്, പിന്നെ അതിൻ്റെ ടോപ്പിൽ ലിപ് ഗ്ലോസ് ഇട്ട പോലത്തെ ഒരു എഫക്റ്റും തരും. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ദാറ്റ് ഇസ് ദിസ്, ആൻഡ് ദിസ് ഇസ് ഓൾസോ ഫോർ 19 dirhams സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഇതിന് കുറേ കളേഴ്സ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയ ഷെയ്ഡ് 12 ആണ്. ഗ്ലോസി ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിയത്. സോ ദാറ്റ് ഈസ് മൈ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത് വീണ്ടും ഒരു ബ്യൂട്ടി ബ്ലെൻഡറാണ്. പക്ഷേ ഇത് വാങ്ങാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ ആദ്യമായിട്ട് പോയി എടുത്തതാണ് ഈ ബ്യൂട്ടി ബ്ലെൻഡർ. ഓക്കെ, ഇത് വാങ്ങിയിട്ട് ഞാൻ എൻ്റെ കവറിലിട്ടു. എന്നിട്ട് ഞാനത് ഓർത്തില്ല ഇത് ഞാൻ ഓൾറെഡി എടുത്തു എന്നുള്ളത്. എന്നിട്ടാണ് പിന്നെ രണ്ടാമത് ഞാൻ പോയിട്ട് മറ്റേ ചെറിയ ചെറിയ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ഞാൻ വാങ്ങിയത്. ബില്ലടിക്കാൻ നേരത്താണ് ഞാൻ റിയലൈസ് ചെയ്തത് ഈ സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു ബ്യൂട്ടി ബ്ലെൻഡറും കൂടി ഇരുന്നോട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ ഇതും കൂടി എടുത്തു. ഇത് നോർമൽ നമ്മുടെ ആ വലിയൊരു സ്പോഞ്ചില്ലേ, അതാണ്. ഇതിന് എത്ര 10 dirhams സംതിങ് എന്തോ ആണ്. സോ യാ, ഇതിനെപ്പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു സ്പോഞ്ചാണ്. ഇനി ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിയത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഞാനത് മിനിസോന്ന് വാങ്ങിയതല്ല, ലുലുന്ന് വാങ്ങിയതാണ്. ഇതാണത്, വിച്ച് ഇസ് വാസ്ലിൻ ഗ്ലൂട്ട പ്ലസ് ഹ്യാലുറോണിക് ആസിഡ് ലോഷൻ. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. പിന്നെ ഞാനിത് എന്തിനു വാങ്ങി? ബിക്കോസ് ഞാൻ ഈയിടയ്ക്കായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുറന്ന അപ്പം എനിക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഇതാണ്. അപ്പം ഒരുപാട് പേര് ഇതിൻ്റെ പ്രൊഡക്റ്റ് റിവ്യൂസ് ഇടുന്നുണ്ട്, കുറേ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ശരിക്കും ഇത് ഇത്രയ്ക്ക് ബെനിഫിറ്റ് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് എന്നിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയൊരു പ്രോഡക്റ്റാണിത്. ഇതിൻ്റെ 2 റേഞ്ച് ഉണ്ട് അവർക്ക്. ഇതും പിന്നെ ഒരു ഗോൾഡ് കളറിലെ പാക്കേജിംഗ് ആണുള്ളത്. ഞാൻ ഇതാണ് വാങ്ങിയത്. ഇതിനകത്ത് അവർ ഗ്ലൂട്ടത്തയോണും ഹ്യാലുറോണിക് ആസിഡും ഉണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ, നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ് ശരിക്കും തരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. മോയ്സ്ചറൈസറിന് പകരം ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ ഫേസിൽ. ഞാൻ യൂഷ്വലി മ്യൂട്ടിഡമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ്, പക്ഷേ ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ ഇനി ഒരു 2 വീക്സും കൂടി ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും നല്ല റിസൾട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ റിവ്യൂ ശരിക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നല്ല ലൈറ്റാണ്, സൂപ്പർ ലൈറ്റ് ആൻഡ് ജെൽ ടൈപ്പ് ടെക്സ്ചറാണ്. തിക്കി അല്ല, സ്റ്റിക്കി അല്ല. ഇറ്റ്സ് റിയലി നൈസ്. ടെക്സ്ചർ ഇസ് റിയലി ഗുഡ്, ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് റിയലി ബ്രൈറ്റൻസ് മൈ സ്കിൻ. ലെറ്റ്സ് സീ. നൗ ദ ഹീറോ, ലാസ്റ്റ് പ്രോഡക്റ്റ്. സോ സെഫോറയിൽ എന്താണ് വാങ്ങിയെന്നുള്ളത്. ആക്ച്വലി ഇതിനകത്ത് ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്ന് വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ് ഇതിനകത്ത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് തന്നെ വേണമെങ്കിൽ പറയാം. സോ ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം.
ഇതാണ് ഞാൻ വാങ്ങിയ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ന്യൂഡ് സ്റ്റിക്സിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് പാക്കേജിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് കുറേ നാൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന് വാങ്ങിയതാണ്. കഴിഞ്ഞ തവണ ഞാൻ സെഫോറയിൽ പോയപ്പം ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ വന്നതാണ്. പിന്നെ ഇത്തവണ പോയപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ വാങ്ങിയേക്കാം, കാരണം എനിക്കിത് കുറേ നാളായിട്ട് വാങ്ങാനായിട്ട് ഭയങ്കര ഒരു ടെൻഡൻസി ആയിരുന്നു. അങ്ങനെ വാങ്ങിയതാണിത്. സോ ഇതൊരു ലിപ് ക്രയോൺ ആണ് കേട്ടോ. ന്യൂഡ് സ്റ്റിക്സിൻ്റെ ലിപ് ക്രയോൺ ആണ് ഞാൻ വാങ്ങിയത്. ദിസ് ഷെയ്ഡ് ഈസ് റെട്രോ എന്ന് പറഞ്ഞ ഷെയ്ഡാണിത്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഗൈസ് എനിക്കിത്. ഞാനിത് ടെസ്റ്റർ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം എനിക്ക് നല്ല സൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു കളർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വാങ്ങാം, പിന്നെ വാങ്ങാമെന്നുള്ള രീതിയിൽ അന്ന് ഞാൻ വാങ്ങിയില്ല. പക്ഷേ ഇന്നലെ ഞാൻ ദുബായ് മോളിൽ പോയപ്പം ഞാനിത് വാങ്ങി. സോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് അതിൻ്റെ പാക്കേജിങ് കണ്ടോ, പണ്ടത്തെ സ്കൂളിൽ നമ്മുടെ ജോമെട്രി ബോക്സ് പോലത്തെ ഒരു പാക്കേജിങ് ആണിത്. സോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മിറർ ഉണ്ട് ഗൈസ്. ഇത് വാങ്ങിയപ്പം കണ്ടില്ല, ഇന്നാണ് ഞാൻ ഇതിനകത്ത് ഒരു മിറർ ഉണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. സോ അതാണ് ഇതിൻ്റെ പാക്കേജിങ്. ആൻഡ് പ്രോഡക്റ്റ് വരുന്നത് ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ഇരിക്കുന്നത്. ഇത് അവരുടെ ലിപ് ക്രയോണും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഷാർപ്പനറും അവർ തന്നിട്ടുണ്ട്. 100 dirhams. പക്ഷേ ഇറ്റ്സ് വർത്ത് ഇറ്റ്, ഐ ഷുഡ് സേ. ഇറ്റ്സ് ലൈക്ക് റിയലി വർത്ത് ഇറ്റ്. ദിസ് കളർ ഇസ് ലൈക്ക് സോ ഗുഡ്. ലൈക്ക് എൻ്റെ സ്കിൻ ടോണിന് ഇത് നന്നായിട്ട് ചേരുന്നൊരു കളറാണ്. ഭയങ്കര ഒരു ഗ്ലോ തരുന്നുണ്ടായിരുന്നു എനിക്കിത് ഇട്ടിട്ട്. പിന്നെ ഇത് നമുക്ക് ചീക്ക് പെൻസിലും ലിപ് പ്ലസ് ചീക്ക് പെൻസിൽ എന്നാണ് അവർ പറയുന്നത്. സോ ചീക്ക് ടിൻ്റായിട്ടും യൂസ് ചെയ്യാം, ലിപ് ക്രയോണായിട്ടും യൂസ് ചെയ്യാം. പാക്കേജിങ് ഈസ് സോ ഗുഡ് ആസ് യൂഷ്വൽ. ഇനി ലിപ് ക്രയോൺ പോലെ തന്നെയാണ് ഷെയ്ഡ് ഗൈസ്. സോ ഗുഡ്, സോ ഗുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കിങ്ങനെ കഴിക്കാൻ തോന്നുന്നു പോലത്തെ ഒരു ഇഷ്ടം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്കറിയില്ല, എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ ഇത് എത്ര സോഫ്റ്റാണെന്നറിയാം. നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറാണ് ഈ ഒരു പെൻസിലിന്. ഗൈസ്, ഐ ഷുഡ് സേ ലൈക്ക് ദിസ് ഈസ് എ മസ്റ്റ് ട്രൈ ലിപ് ക്രയോൺ ഫോർ എനി വൺ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ സ്വാച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. സോ ഇത് സ്മഡ്ജ് പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ സ്മഡ്ജ് പ്രൂഫ് അല്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് സ്റ്റേ തരും നമ്മുടെ ലിപ്സിന്. അതായത് പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ പെർമനൻ്റ് ആയിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്സ് അല്ലെങ്കിൽ ലിപ് ക്രയോൺസ് ഞാൻ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താൽ അത് നമ്മുടെ സ്കിന്നിന് ഈസി ആയിട്ട് പോകണം. അതാണ് എനിക്ക് വേണ്ടത് ആക്ച്വലി. ബിക്കോസ് നമ്മൾ ആ ഒരു യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. കുറേ വാട്ടർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞ് കുറേ പ്രോഡക്ട്സ് ഉണ്ട്. നമ്മൾ എത്ര മേക്കപ്പ് റിമൂവർ ഇട്ടാലും പോകത്തില്ല. എനിക്ക് അങ്ങനത്തെ പ്രോഡക്ട്സ് ബേസിക്കലി ഇഷ്ടമല്ല. എനിക്കെന്ന് പറയുമ്പം ആ ഒരു സമയം വരെ അത് നിൽക്കണം, അത് കഴിയുമ്പോൾ അത് പോകണം. അങ്ങനെയാണ് എനിക്കിഷ്ടം. സോ ഇത് അങ്ങനത്തെ ഒരു ലിപ് ക്രയോൺ ആണ്. ഇറ്റ്സ് സോ ഗുഡ് ആൻഡ് ഐ എം സോ സാറ്റിസ്ഫൈഡ് ആൻഡ് ഐ എം സോ ഹാപ്പി. ബിക്കോസ് ഞാൻ കുറേ നാളിന് ശേഷം വാങ്ങിയതാണിത്. കുറേ ഞാൻ ആലോചിച്ച് വെയിറ്റ് ചെയ്ത് വാങ്ങിയൊരു പ്രോഡക്റ്റാണ്. സോ ദാറ്റ് ഈസ് ദിസ് ഗൈസ് ആൻഡ് ഇറ്റ്സ് അമേസിങ്. ഐ ഷുഡ് സേ ഐ റിയലി ലവ് ദിസ്. സോ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത്. Hope you guys liked my video. If you are liking my video and content, please like, share and subscribe, and please make sure that you are enabling the notifications to all, so that you will get all the notifications of the videos that I upload. So ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്താൽ മതി. I'll try to do that. So yeah, see you soon in another video. Till then, bye and take care.